എയർ ഇന്ത്യ വീണ്ടും പണിയുകയാണ്. അതായത് ജീവനക്കാരുമായി പോവേണ്ടിയിരുന്ന എയർ ഇന്ത്യ വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറി. ജീവനക്കാരും പിന്നെ യാത്രക്കാരും സുരക്ഷിതരാണെന്ന് പറയുമ്പോഴും ഈ എയർ ഇന്ത്യ വിമാനത്തിൽ വീണ്ടും എന്ത് വിശ്വസിച്ചാണ് ആളുകൾ കയറേണ്ടത്? നമ്മൾ ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം ഏത് വിമാനാപകടവും വാർത്താ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എയർ ഇന്ത്യ കൂടി ആയതോടുകൂടിയാണ് സംഭവത്തിൻ്റെ ഗുരുതര അവസ്ഥ വരുന്നത്. പക്ഷേ ഇതിൽ എയർ ഇന്ത്യനെ നമുക്ക് കുറ്റപ്പെടുത്താനൊക്കില്ല. സംഭവം പ്രതികൂല കാലാവസ്ഥയാണ് ഇവിടെ വില്ലനായത്. പിന്നെ ഒരു ആശ്വാസം ഉള്ളത് ബോയിങ് വിമാനം അല്ല എന്നുള്ളതാണ്. രക്ഷപ്പെട്ടു. ഇത് എയർബസ് വിമാനമാണ്. എയർബസ് 320. അത് എയർ ഇന്ത്യയിൽ അറിയപ്പെടുക AI 2744. ഇതാണ് ആ വിമാനത്തിൻ്റെ നമ്പർ. ഈ വിമാനമാണ് ഇന്ന് രാവിലെ 9:27 അപകടത്തിൽപ്പെട്ടത്. ഇത് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ വിമാനമാണ്. മുംബൈ ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. രാവിലെ 9:27 അവിടെ ഇന്നലെ മുതൽ അവിടെ വലിയ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എയർപോർട്ട് അധികൃതർ നേരത്തെ തന്നെ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് നിങ്ങൾ ഈ ഫ്ലൈറ്റ് ക്യാൻസലായോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് യാത്ര പുറപ്പെട്ടാൽ മതി. കുറച്ചുകൂടി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളൂ, കാര്യം ഈ വഴിയിൽ ഒക്കെ വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രതികൂല കാലാവസ്ഥ സംബന്ധിച്ച് നേരത്തെ തന്നെ അവിടെ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ റൺവേയിൽ ഈ വെള്ളക്കെട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ വിമാനം ഓവർഷൂട്ട് ചെയ്തു എന്ന് പറയും. ഓവർഷൂട്ട് എന്ന് പറഞ്ഞാൽ ഈ റൺവേയുടെ പാതി പിന്നിട്ട് ഇറങ്ങുന്നതിനാണ് ഓവർഷൂട്ട് എന്ന് പറയുക. പ്രതികൂല കാലാവസ്ഥയിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ വിസിബിലിറ്റി, ആദ്യത്തെ വില്ലനായത് വിസിബിലിറ്റിയാണ്. അതായത് കാഴ്ച മറയുക. പ്രതികൂല കാലാവസ്ഥ കാഴ്ച മറയുന്നു. അങ്ങനെ ഈ വിമാനം റൺവേയിൽ ഓവർഷൂട്ട് ചെയ്തു. ഓവർഷൂട്ട് ചെയ്തിട്ട് അതായത് പകുതി കഴിഞ്ഞ് വന്നിറങ്ങി. അപ്പോൾ റൺവേയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് തെന്നി. നല്ല ഭാരമുള്ളൊരു സംഗതിയാണല്ലോ ഈ വിമാനം. അത് വന്ന് ഇറങ്ങുമ്പോൾ ഈ ഗ്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് അത് തെന്നും. അങ്ങനെ റൺവേയിൽ നിന്ന് തെന്നി ഇപ്പുറത്തെ ചെളി, അതായത് നിരപ്പാക്കിയിട്ടേക്കുന്ന സ്ഥലമുണ്ടല്ലോ റൺവേ എല്ലാം, അതിലോട്ട് വിമാനം തെന്നി മാറി എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ തെന്നി മാറിയപ്പോൾ വിമാനത്തിൻ്റെ ബോഡിയിൽ പുറത്തെ ഭാഗത്ത് പുല്ലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ആ അപകടത്തിൻ്റെ തീവ്രത കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ വലതുവശത്തെ എൻജിൻ അത്യാവശ്യം പരിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഇത് ചരിഞ്ഞ്, അതായത് വന്ന് ഇറങ്ങുമ്പോൾ പ്രതികൂല കാലാവസ്ഥയിൽ ഇപ്പോൾ ചില വിഷ്വലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ഉലയും വിമാനം, കാറ്റ് പ്രതികൂലമാണെങ്കിൽ ഒന്ന് ഉലഞ്ഞു പോകും. അങ്ങനെ ഇങ്ങനെ ഉലഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ വിമാനത്തിൻ്റെ വലതുവശത്തെ എൻജിൻ റൺവേയിൽ തട്ടിയിട്ടുണ്ട്. അങ്ങനെ കാര്യമായ തകരാറ്, അതായത് ചളുങ്ങിയിട്ടുണ്ട്. ആ ഭാഗമൊക്കെ നല്ല വൃത്തിക്ക് ചളുങ്ങിയിട്ടുണ്ട്. എന്തോ ഭാഗ്യവശാൽ ഇത് വലിയൊരു അപകടത്തിലേക്ക് പോയില്ല. കാര്യം എൻജിൻ ഒരു പക്ഷേ ഈ വന്ന് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടായില്ല. തീ പിടിച്ചിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായേനെ. ഈ വിമാനത്തിൽ 137 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ജീവനക്കാരും ഉണ്ട്. ഇപ്പോൾ 137 യാത്രക്കാരും ജീവനക്കാരും എന്ന് പറയുമ്പോൾ താരതമ്യേന ചെറിയ യാത്രാ വിമാനമാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാം. വലിയ വമ്പൻ വിമാനങ്ങളുണ്ടല്ലോ, അതല്ല. താരതമ്യേന ചെറിയൊരു യാത്രാ വിമാനമാണ്. എനിക്ക് തോന്നുന്നു ആഭ്യന്തര സർവീസിന് ഉപയോഗിക്കുന്ന വിമാനമായിരിക്കണം. അപ്പോൾ ഇവിടെ അതുമാത്രമല്ല, ഈ ലാൻഡിങ്ങിൽ വന്ന പാകപ്പിഴകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ 3 ടയറുകൾ പൊട്ടിയതായിട്ടാണ് വിവരം. അപ്പോൾ എന്തോ ഭാഗ്യവശാൽ വലിയൊരു ദുരന്തം, തീ കത്തിയില്ല, അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോയില്ല, എന്തോ ഭാഗ്യവശാൽ. അതായത് ജീവനക്കാർ സുരക്ഷിതരാണ്, യാത്രക്കാരും സുരക്ഷിതരാണ്. അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് പരിക്കുകളൊന്നും ഇല്ലാണ്ട് മാറ്റുകയും ചെയ്തു. ഈ വിമാനം വന്നിറങ്ങി അത് കഴിഞ്ഞത് ഈ വിമാനം തന്നെ ടാക്സി ചെയ്തെന്നാണ് പറയുക. അതായത് റൺവേയിൽ നിന്ന് പാർക്കിംഗ് ഏരിയയിലോട്ട് വിമാനം തന്നെ പോകുന്നതിനാണ് ടാക്സി ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ഇറങ്ങിയതിൽ ആ പ്രശ്നം പരിഹരിച്ചു. അതിനുശേഷം ഇത് ടാക്സി ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. പക്ഷേ ഇത് സംബന്ധിച്ച് ഈ കാലാവസ്ഥ ഒരു വില്ലനാണ്. പിന്നെ ആ വിമാനത്തിന് വന്ന ഡാമേജുകൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഏതായാലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേ സമയം തന്നെ, ഈ അപകടം ഉണ്ടായ അതേ സമയം തന്നെ നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനം പുരോഗമിക്കുകയാണ്. അവിടെ വ്യോമയാന മന്ത്രാലയം ഈ അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചും പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ഇതിപ്പോൾ നമ്മളൊരു മുൻവിധിയോടെയുള്ള ഒരു അന്വേഷണമല്ല ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഏജൻസി, അതായത് എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ച് അവരുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അന്വേഷണം നടക്കുന്നു. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഊഹാപോഹങ്ങളുടെ പിറകെ പോകരുത് എന്നുള്ളതാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ എയർ ഇന്ത്യ അവരുടെ ഉത്തരവാദിത്വം
എന്ന് പറയുന്ന, അതായത് യാത്രക്കാരോടും പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റും, സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അല്ലെങ്കിൽ വ്യോമയാന വകുപ്പ് മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് വരുന്ന വിമാന അപകടങ്ങൾ അല്ലെങ്കിൽ അത്തരം സംഗതികൾ ഒരു ദുസ്സൂചനയാണ് തരുന്നത്, പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ കാര്യത്തിൽ. ഈ അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു മതിപ്പ് വല്ലാണ്ടങ്ങ് കുറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മുമ്പേ ഉള്ള കാരണം ഉണ്ട്. എയർ ഇന്ത്യയുടെ ഈ വിമാനങ്ങളുടെ പരിപാലന കാര്യത്തിൽ ഒരുപാട് പരാതികൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഈ ഒരു അപകടം വന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ ഈ അപകടത്തിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ കാര്യങ്ങൾ കുറച്ചുകൂടി പരിങ്ങലിലാകാനാണ് സാധ്യത. ഈ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള കേടുപാടുകൾ സംഭവിക്കുക. ഇപ്പോൾ നേരത്തെ തന്നെ അഹമ്മദാബാദിലെ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ തന്നെ ഒരു വാർത്ത കൊടുത്തിരുന്നു. അത് പിന്നെ തകരാറായിട്ട് നന്നാക്കിയോ ഇല്ലെന്ന് അറിയില്ല, വീണ്ടും പറത്താൻ അനുവദിച്ചു. ആരാണ് ഇതിൻ്റെയൊക്കെ ഇത് നന്നാക്കി എന്ന് നോക്കാനും, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും കേടുപാടുകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കി ആരാണ് വ്യക്തത വരുത്തേണ്ടത്? അത് ഉറപ്പായിട്ടും എയർ ഇന്ത്യ ആ കമ്പനിയുടെ ഉത്തരവാദിത്വമാണ്. നേരത്തെ എയർ ഇന്ത്യ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. അപ്പോഴാണ് ഈ പരാതികൾ ഏറെയും ഉണ്ടായിരുന്നത്. പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ല, ഈ ഫ്ലൈറ്റുകൾ മിക്കവാറും സമയത്ത് പോകത്തില്ല, ചിലത് മുൻ പ്രഖ്യാപനമില്ലാതെ റദ്ദാകുന്നു, ചില വിമാനങ്ങളിൽ ആളുകൾ കയറി ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നതല്ലാണ്ട് വിമാനം പറക്കുന്നില്ല, ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നു, അവർ വീഡിയോ എടുത്ത് വാർത്തകളാക്കുന്നു. ഇത്തരം പരാതികൾ നിരന്തരം എയർ ഇന്ത്യയെക്കുറിച്ച് വന്നിരുന്നു. പക്ഷേ പിന്നീട് ടാറ്റ ഏറ്റെടുത്തോടുകൂടി കുറച്ച് കാര്യങ്ങൾ സുഗമമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു അഹമ്മദാബാദ് വിമാനാപകടം ഉണ്ടായി. അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തതയില്ല. പല ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. രണ്ടാമത് ഇപ്പോൾ ഒരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ എയർ ഇന്ത്യയെക്കുറിച്ച് ഒരു പരീക്ഷണ കാലഘട്ടമാണ്. പക്ഷേ വ്യോമയാന മേഖലയിൽ അപകടങ്ങൾ നമുക്ക് അത് പൂർണ്ണമായും ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല. ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നല്ലാണ്ട് ഒരു പരിധിക്കപ്പുറം മനുഷ്യസാധ്യമായ സംഗതികളല്ല ഇത്. ഈ അപകടങ്ങൾ എന്ന് പറയുന്നത് മുൻകൂട്ടി പറഞ്ഞിട്ട് വരുന്നതല്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുക. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ മുംബൈ വിമാനത്താവളത്തിൽ ഒരു റൺവേ ഇപ്പോൾ അടച്ചിട്ടേക്കുകയാണ്. ആ റൺവേക്കും കാര്യമായ തകരാറുണ്ട് എന്നുള്ളതാണ് വിവരം. അതായത് അവരുടെ പ്രൈമറി റൺവേ എന്നാണ് പറയുക, അതായത് പ്രധാന റൺവേ 927 അതാണ് ആ റൺവേയുടെ പേര്. അതിപ്പോൾ അടച്ചിട്ടേക്കുക. ആ റൺവേക്കും കാര്യമായ തകരാറുകൾ പറ്റിയിട്ടുണ്ടെന്നതാണ് വിവരം. ഇപ്പോൾ അവിടെ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ റൺവേ, അതായത് 1432 എന്ന പേരുള്ള രണ്ടാമത്തെ റൺവേ വഴിയാണ് ഇപ്പോൾ വിമാനങ്ങൾ സർവീസുകൾ നടത്തുന്നത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനമായതുകൊണ്ട് തന്നെ ധാരാളം മലയാളികൾ അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ മലയാളികളിൽ പ്രമുഖരായിട്ടുള്ളവരും ഉണ്ടാകാം, രാഷ്ട്രീയ സിനിമാക്കാരടക്കമുള്ളവരും ഉണ്ടായേക്കാം. ഏതായാലും സുരക്ഷിതമായ ആ വിമാനം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ഒരു പ്രശ്നം ഉണ്ടായാലും യാത്രക്കാർക്കും ജീവനക്കാർക്കും യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഓർക്കുമ്പോൾ അത്രയും ആശ്വാസം.